പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 17-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമായി ആയിരിക്കുന്നിടങ്ങളിൽ സ്വർഗീയ സംരക്ഷണത്തിൽ ഏവരെയും തമ്പുരാൻ കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. സാംസ് 55:22 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. 23 വാക്യങ്ങളടങ്ങിയ ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനം. മശിഹ സങ്കീർത്തനത്തിൽപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചകളിലൊക്കെ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുന്നത് പതിവാണല്ലോ. നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മുടെ വാർദ്ധക്യ പിതാക്കന്മാർ, ശുശ്രൂഷകരൊക്കെ ഇന്ന് നാം വായിച്ചു കേട്ട വാഗ്ദത്ത വചനം പതിവായി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിൻ്റെയും വേദനയുടെയും ഭാരത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യേ ഈ വാക്യം പലപ്പോഴും നാം ആവർത്തിച്ച് ഉരുവിടുകയും അത് നമുക്ക് വളരെ ശക്തി നൽകുകയും ചെയ്യുന്ന വാക്യം തന്നെയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 22-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് ഭാരമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്. ഇന്നത്തെ നവീന ആത്മീയ ലോകം ഭാരവും പ്രയാസവും പ്രതികൂലവും ഒന്നുമില്ലാത്ത ഒരു നവ ആത്മീയ ആശയമാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നാം ആദ്യോടൊന്നും പഠിക്കുമ്പോൾ ഭക്തന്മാരെല്ലാം, പിതാക്കന്മാരെല്ലാം വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലും നിന്ദയിലും പ്രതികൂലത്തിൽ കൂടെ ഒക്കെ തന്നെയാണ് കടന്നുപോയത്. പക്ഷേ ഈ വാഗ്ദത്ത വചനം വീണ്ടും പറയുകയാണ്, നിന്റെ ആ ഭാരം ദൈവത്തെങ്കിലോട്ട് വെക്ക. അതെ, നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതെ പ്രിയമുള്ളവരെ, നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭാരത്തിന്റെ വലിപ്പമോ അതിന്റെ ആഴമോ അതിന്റെ വശങ്ങളോ എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും ഇവിടെ ചോദ്യമില്ല. എന്നെയും നിങ്ങളെയും പുലർത്തുവാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ആകമാനം നടുങ്ങിയും ഭയപ്പെട്ടുമാണ് ഈ ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും? മിഡിൽ ഈസ്റ്റിലെ പ്രതികൂലങ്ങൾ ലോക ഭരണകൂടത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ ഇതിലൊന്നും തളരേണ്ടതായ കാര്യമില്ല. കാരണം കർത്താവിന്റെ വരവ് ആസന്നമായി എന്ന് ഓരോ ദിനവും ഓരോ മണിക്കൂറും വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, സമർപ്പിക്കുക.
വചനം തുടർന്ന് പറയുകയാണ്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ തമ്പുരാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന നീതിമാൻ ദൈവപൈതൽ കുലുങ്ങുവാനുള്ള സാഹചര്യങ്ങൾ അനേകമുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അതിലുപരിയായി നമ്മളെ ഒന്ന് കുലുക്കിയിടുവാൻ ശത്രു പല തന്ത്രങ്ങൾ നമുക്ക് ചുറ്റും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, ആരോഗ്യകാര്യത്തിൽ, ജോലി കാര്യത്തിൽ, നിയമകാര്യങ്ങളിൽ, ഇങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക്, കുടുംബത്തിന് വേണ്ടതായ മേഖലകളിൽപ്പെട്ട പലതിലും നമ്മെ പിടിച്ച് കുലുക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും നാമും കുലുങ്ങിപ്പോവുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ഒരു നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ തമ്പുരാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങൾ കൂടെയാണ് നാം കടന്നു പോകുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഠനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിലുള്ളവർക്ക് അതിന്റെ അഡ്മിഷൻ സംബന്ധമായ വിഷയങ്ങൾ, പഠനം പൂർത്തീകരിച്ചവർക്ക് അവരുടെ ഉപജീവനാർത്ഥം ജോലിക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ജോലി കിട്ടിയവർക്ക് അതിന്റെ നിലനിൽപ്പ്, വിവാഹം പ്രായമെത്തിയവർക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് അതിന്റെ പ്രശ്നങ്ങളും സങ്കീർണതകളും, തലമുറയില്ലാത്തവർ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഭാരം, ഇനിയും തലമുറയുള്ളവരിൽ 50%-ലധികവും തലമുറ മുഖാന്തരം ഭാരപ്പെടുന്നു എന്നു വേണ്ട. എങ്ങോട്ട് നോക്കിയാലും പ്രശ്ന സങ്കീർണമാണ് ജീവിതം. സഭയിൽ പ്രശ്നം, ദേശത്ത് പ്രശ്നം, കുടുംബത്ത് പ്രശ്നം, രാഷ്ട്രങ്ങളിൽ പ്രശ്നം. എവിടെയാണ് പ്രശ്നമില്ലാത്തത്? നാം അറിയാതെ കുലുങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിൽ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, എന്റെയും നിങ്ങളുടെയും ഭാരം യഹോവയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്ക്, തമ്പുരാൻ നമ്മെ പുലർത്തുവാൻ മതിയായവനാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ നാം തന്നെ കൈകാര്യം ചെയ്താൽ പറ്റാത്ത നിലയിലോട്ട് മാറിയിരിക്കുന്നു. അതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? എന്നാൽ അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നാം കുലുങ്ങുകയും വല്ലാതെ ആടിപ്പോകുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു നാളും നാം കുലുങ്ങാതെയും കലങ്ങാതെയും തമ്പുരാൻ കരങ്ങളിൽ വഹിക്കും. ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈ പുത്തൻ ദിനത്തിലേക്ക് പ്രവേശിക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിന്റെ വെല്ലുവിളികൾ, പലവിധ പോരാട്ടങ്ങൾ, ഇവയെല്ലാം നമ്മെ നേരിടുമ്പോൾ ആ കരങ്ങളിലോട്ട് പരിപൂർണമായി അർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. തമ്പുരാന്റെ കരങ്ങളിൽ നമ്മുടെ പ്രശ്നം സമർപ്പിച്ചുവെങ്കിൽ നിശ്ചയമായും അതിന് പരിഹാരമുണ്ട്. നാം ഇന്നുവരെ പല കാരണങ്ങളാൽ കുലുങ്ങിയേക്കാം. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ ഇനിയും കുലുങ്ങാതെ സുരക്ഷിതമായി കാക്കുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ നിങ്ങളെ വിട്ട് വിദൂരങ്ങളിലായി വേദനയിലോ ഭാരത്തിലോ നിരാശയിലോ സങ്കടത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ വചനം, ഇന്നത്തെ വാഗ്ദത്ത വചനം അവരോട്
ഒരു ഉപദേശമായി, ആശ്വാസവാക്കുകളായി പങ്കുവെക്കുക. തമ്പുരാൻ എല്ലാവരെയും അതാതിടങ്ങളിൽ സുരക്ഷിതമായി കാത്തുപരിപാലിച്ച് ദൈവകൃപയോടെ കാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും ദിനംതോറും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളെ ധന്യമായി പുലർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. മാത്രമല്ല, ഓരോ ദിനവും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കുലുങ്ങിപ്പോകുന്നവരും കലങ്ങിപ്പോകുന്നവരുമാ. എന്നാൽ അങ്ങയുടെ പൈതങ്ങൾ ഒരു നാളും കുലുങ്ങുവാൻ സമ്മതിക്കാതെ സുരക്ഷിതമായി കാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി മീതെ ഉയരത്തിലുണ്ടെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ അങ്ങയിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഓരോ ചൂടും വെക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ആ സ്വർഗീയ വിരിമാറിനാൽ പൊതിഞ്ഞ് ദൈവകൃപയോടെ കാത്ത് അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമുക്ക് വളരെ പരിചിതമായ വാക്യം, നാളുകളായി നാം പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്യം. എന്നാൽ ആ വാക്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവട്ടെ. അറിയാവുന്ന വാക്യങ്ങൾ പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ചെയ്താൽ മാത്രം പോരാ, അതിന്റെ അന്തസത്ത നാം പ്രാപിക്കണം. ആ വാക്യം നമ്മളിൽ ജീവിക്കണം. ഇന്നത്തെ വാഗ്ദത്ത വചനം ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകർക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യസന്ധമായി നിവർത്തിയാവട്ടെ. അങ്ങനെ ദൈവകൃപയോടെ, സന്തോഷത്തോടെ, കുലുങ്ങാതെ, ധൈര്യത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.